ഹായ് ഓൾ നമ്മൾ പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡ്രാമയുടെ പേരാണ് വുഡ് യു മാരി മീ. ഈ ഒരു ഡ്രാമയുടെ സ്റ്റോറി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ പുതിയതായിട്ട് വിവാഹം കഴിച്ച കപ്പിളിന് വീട് നൽകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഹീറോയിന് ആ ഒരു വീടൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഹീറോയിന് നിലവിൽ ഒരു ഹസ്ബൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫേക്ക് ആയിട്ട് നമ്മുടെ ഹീറോയിനെ ഹസ്ബൻഡ് ആക്കിയൊക്കെ കൂട്ടിക്കൊണ്ട് പോകുന്ന രീതിക്കാണ് സ്റ്റോറിയും പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഡ്രാമയിലേക്ക് കടക്കാം. നമ്മുടെ ഹീറോയിനായിട്ടുണ്ടായിരുന്ന മെറിക്ക് ഒരു ഡിസൈനർ സ്റ്റുഡിയോ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവളും പല രീതിക്കുള്ള ഡിസൈൻസ് ഒക്കെ ഓരോരോ പ്രോഗ്രാമിന് വേണ്ടിയിട്ടും ഓരോരോ കമ്പനീസിന് വേണ്ടിയിട്ടും ചെയ്തു കൊടുക്കും. അങ്ങനെ ഇരിക്കെ ആ ഒരു നാട്ടിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ചേർന്നിട്ട് ഒരു ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ ഒക്കെ നടത്തുവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവളും അതുമായി ബന്ധപ്പെട്ട ഡിസൈൻസ് എല്ലാം തന്നെ അവർക്കും കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ അവരും അതിലൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ഡബിൾ മീനിങ് ജോക്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൾക്കും വളരെയധികം ദേഷ്യം തോന്നുകയാണ്. ഞാൻ കൂടി നൽകുന്ന ടാക്സ് ഒക്കെ അല്ലേ നിങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടുന്നത്, അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് പുച്ഛം തോന്നുന്നു. കൂടാതെ നിങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ കൂടെ ഒന്നും തന്നെ വർക്ക് ചെയ്യുവാനായിട്ട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. മെറിയുടെ ഡിസൈനർ സ്റ്റുഡിയോയിൽ നിന്നും ഷിന്നും ഇപ്പോൾ മെറീനെ കോൾ ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ നിലവിൽ ഇവർക്ക് ഈ ഒരു മാസം 2 പ്രൊജക്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് അവളും അറിയിക്കുന്നു. ഇനിയും കൂടുതൽ പ്രൊജക്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലേ നമുക്ക് അതും കൊണ്ട് ഉപകാരമുണ്ടാവുകയുള്ളൂ എന്ന് ഷിന്നും അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നിലവിൽ അവരുടെ ഡിസൈൻ സ്റ്റുഡിയോയിൽ നിന്നും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നോട്ടീസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന മെറിയും അതിന്റെ കളറൊക്കെ കുറച്ചുകൂടി ചേഞ്ച് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അവരും അതെല്ലാം തന്നെ ചേഞ്ച് ചെയ്ത് മറ്റൊരു പ്രിന്റും എടുത്തു കൊടുക്കുന്നു. മെറിയും കിംവൂജി എന്ന ഒരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു. അവരുടെ വിവാഹം പോലും പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ ഇരിക്കെ അവളും ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലൊക്കെ പോയിട്ട് വെഡിങ് റിംഗ് മേടിക്കുന്നു. അവളും ഹണിമൂണൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ട്രാവൽ ഏജൻസിക്ക് അവളും അവളുടെ ബോയ് ഫ്രണ്ടിന്റെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അയച്ചു കൊടുക്കുന്നു. അവളും അവളുടെ ബോയ് ഫ്രണ്ടിന് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ബോയ് ഫ്രണ്ട് ഒരു മീറ്റിംഗിലാണ് എന്നും അതുകൊണ്ട് തന്നെ തിരക്കാണ് എന്നും പറയുന്നു. യഥാർത്ഥത്തിൽ അവന് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അഫയർ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ അറിയാതെയാണ് ഇപ്പോൾ മെറിയും ഇരിക്കുന്നത്. മെറിയും വീട്ടിലെത്തിയിട്ട് അമ്മനെ കോൾ ചെയ്യുകയാണ്. മെറിയും വൂജുവുമായിട്ടുള്ള രജിസ്റ്റർ മാരേജ് എല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ റിയൽ ആയിട്ടുള്ള വെഡിങ് ഒക്കെ നടത്തുവാനായിട്ട് മെറിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് വലിയൊരു ഹോട്ടലിൽ വെച്ച് നടത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൂജുവിന്റെ അമ്മയും ഒരുപാട് വാശി പിടിച്ചിരിക്കുകയാണ്. അത്രയും വലിയ ഹോട്ടലിൽ വെച്ച് പരിപാടി നടത്തേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. അഥവാ അവരുടെ കയ്യിൽ അത്രത്തോളം പണമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പണമൊക്കെ ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അത് വെച്ചിട്ട് ഞങ്ങൾക്ക് വീടിന്റെ വാടകയെങ്കിലും കൊടുക്കാമായിരുന്നു എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതായത് നിലവിൽ അവൾ മറ്റൊരു വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും വിവാഹത്തിന് ശേഷം താമസിക്കുവാനായിട്ട് അവളും മറ്റൊരു വീടിന് വാടകയൊക്കെ കൊടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അവരും നേരത്തെ തന്നെ വീട്ടിൽ താമസിക്കുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്നാണ് അവളും അവളുടെ സാധനങ്ങളെല്ലാമായിട്ട് ആ ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവളും അതിന്റെ തിരക്കിലായിരുന്നു. നിലവിൽ ആ ഒരു വീടിന് ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതെല്ലാം തന്നെ അവളുടെ അമ്മ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന പണമായിരുന്നു. അങ്ങനെയിരിക്കെ കോളിന്റെ ഇടയ്ക്ക് അവളുടെ കാലില് ഒരു കമ്മൽ കൊള്ളുകയാണ്. ആ കമ്മൽ അവളുടേതല്ല എന്ന് മനസ്സിലാക്കുന്ന അവളും ബെഡ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ബെഡിൽ നിന്നും നീളം കൂടിയ ഒരു മുടിയും അവൾക്ക് കിട്ടുന്നു. അവളും ഇപ്പോൾ വൂജുവിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ വൂജുവും അവന്റെ ഇൻസ്റ്റയിൽ ഉണ്ടായിരുന്ന ഫോട്ടോസ് ഒക്കെ നോക്കിയിരിക്കുന്നു. അവൾക്കും അവൻ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജെനിയുമായിട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ എല്ലാ ഫോട്ടോയ്ക്കും ലൈക്കും കമന്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് ജെനി ആരാണ്? നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഫോളോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അവൾ പറയുമ്പോഴത്തേക്കും നിലവിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് ജെനി. അത് കൂടാതെ ഞങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ ഒന്നിച്ച് പഠിച്ചതായിരുന്നുവെന്ന് വൂച്ചു പറയുമ്പോഴത്തേക്കും നീ അവളുടെ കൂടെ കിടന്നിട്ടുണ്ടായിരുന്നോ എന്നൊരു ചോദ്യം കൂടി അവളും ചോദിക്കുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും അവനും പെട്ടെന്ന് ടെൻസ്ഡ് ആകുന്നു. ഇപ്പോൾ റൂമിൽ നിന്നും കിട്ടിയതാണെന്ന് പറഞ്ഞ് മെറിയും കമ്മൽ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. കൂടാതെ ഇതേ കമ്മൽ ജെന്നി ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോയും കൂടി കാണിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ വീക്ക് ഞാനും എന്റെ കൊളീഗ്സും കൂടി ചേർന്നിട്ട് ഒരു കമ്പനി വർക്ക്ഷോപ്പിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമില് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതായിരിക്കും ഇതേന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൂളായിട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുവാനായിട്ട് ഊച്ചുങ്ങും ശ്രമിക്കുന്നു. അതേസമയം അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റാൾക്കാരെല്ലാവരും തന്നെ കഴിഞ്ഞ വീക്ക് പല പല കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്നെല്ലാം തന്നെ അവളും ഇൻസ്റ്റഗ്രാം വഴി കാണിച്ചു കൊടുക്കുകയാണ്. അത് കൂടാതെ ജെന്നി മാത്രമായിരുന്നു അവൻ പോയ അതേ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പോയതല്ലേ എന്ന് അവളും ചോദിക്കുന്നു. മറ്റു വഴികളില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വിവാഹമൊക്കെ വരുവാനായിട്ട് പോവുകയല്ലേ. അതിന്റെ ഒരുപാട് സ്ട്രെസ് ഒക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധം മാത്രമായിരുന്നു ഇത്. പിന്നെ ഞാനും അവളെ ഒരു സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് ഒന്നും തന്നെ കാണുന്നില്ല. ഞാൻ ശരിക്കും നിന്നെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കായിരുന്നു ജെനിയും അവന് ഒരു മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നത്. അതില് അവളുടെ ഒരു ഫോട്ടോ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത്
അവന്റെ ശ്രദ്ധ ഫോണിലേക്ക് പോയത് കണ്ടിട്ടുണ്ടായിരുന്ന അവൾക്കും സംശയമൊക്കെ തോന്നിയിട്ട് എന്തായിരുന്നു ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അവനും തന്റെ സീനിയർ മെസ്സേജ് അയച്ചതാണെന്ന് പറഞ്ഞതിന് ശേഷം ആ ഒരു ഫോൺ മെറീനെ കാണിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. മെറിയും ആ ഫോൺ കൈക്കലാക്കുമെന്ന് തോന്നിയ സമയത്ത് അവനും ഫോൺ നിലത്തിട്ടതിന് ശേഷം അത് ചവിട്ടി പൊടിക്കുവാനായിട്ടൊക്കെ നോക്കുന്നു. അങ്ങനെ ചവിട്ടുന്നതിനിടയ്ക്ക് മെറിയുടെ കൈയും അതിന്റെ ഇടയ്ക്ക് പെട്ടിട്ട് അവളുടെ കൈക്കിട്ടും ഒരു ചവിട്ടൊക്കെ കിട്ടുകയാണ്. ഇപ്പോൾ അവരുണ്ടായിരുന്ന കോഫി ഷോപ്പിലെ എല്ലാവരും തന്നെ ഈ ഒരു കാഴ്ചയും കാണുന്നു. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രൈവസി കാണും. നീ ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇടപെടുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് അവൻ നിൽക്കുമ്പോഴത്തേക്കും, നീയായിരുന്നു ശരിക്കും എന്റെ അടുത്ത് ചതിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒന്നിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞ് താമസിക്കുവാനായിട്ടല്ലേ അപ്പാർട്ട്മെന്റ് മേടിച്ചത്. അങ്ങനെയിരിക്കെ നീ ആ അപ്പാർട്ട്മെന്റിലെ ഞാൻ വരുന്നതിന് മുമ്പായിട്ട് മറ്റൊരു പെൺകുട്ടീനെ കയറ്റി. നിനക്ക് പുതിയ ജോലിയൊക്കെ കിട്ടിയിട്ട് ഇപ്പോൾ 7 മാസത്തോളം ആയിരിക്കുന്നു. അങ്ങനെയിരിക്കെ നീ എപ്പോഴും ബിസി ആയിരിക്കും. നിന്നെ ഒന്ന് കോൾ ചെയ്താൽ പോലും കിട്ടുകയില്ല. നീ എന്റെ ബർത്ത്ഡേയും നമ്മുടെ ആനിവേഴ്സറിയും എല്ലാം തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. നീ എപ്പോഴും ബിസി ആയതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വെഡിങ് ഡ്രസ്സൊക്കെ ഒറ്റയ്ക്കാണ് ഇട്ടു നോക്കിയിട്ടുണ്ടായിരുന്നതും. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ നിന്നെ പ്രണയിക്കുന്ന സമയത്തെല്ലാം തന്നെ എനിക്ക് ഇതുപോലെ ഒരുപാട് നെഗറ്റീവ് ഒക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ കാര്യമാക്കണ്ട. നിന്നെ വിവാഹം കഴിച്ചാൽ എല്ലാ പ്രശ്നവും തീരുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിന്നെ ഡിവോഴ്സ് ചെയ്യാതെ എനിക്ക് മറ്റൊരു മാർഗവുമില്ല. അല്ലാതെ നീ നന്നാവുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവൾ പോകുന്നതിന് മുമ്പായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഡ്രിങ്ക്സ് എല്ലാം തന്നെ അവന്റെ ഫേസിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് പോകുന്നത്. വൂജുവും ഇപ്പോൾ കൊറിയയിലേക്ക് വരുവാനായിട്ട് ഒരു ഫ്ലൈറ്റ് ഒക്കെ കയറിയിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ എയർ ഹോസ്റ്റസും അവനെ കാണുവാനായിട്ട് എത്തുന്നു. അതായത് വൂജുവിന്റെ അടുത്ത് ഇപ്പോൾ ഒരു അമ്മയൊക്കെ ഇരിപ്പുണ്ട്. ആ ഒരു അമ്മയുടെ മകന് അമ്മയുടെ അടുത്ത് നിന്ന് മാറിയിട്ടുള്ള ഒരു സീറ്റിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ വൂജു മാറുകയാണെങ്കിൽ അമ്മയുടെ അടുത്ത് തന്നെ തനിക്ക് ഇരിക്കുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞ് അയാൾ നിൽക്കുമ്പോഴത്തേക്കും വൂജുവും ആ ഒരു സീറ്റ് വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. പിന്നീട് അവരും കൊറിയയിലെത്തി വൂജു പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആ അമ്മയും വൂജുവിന്റെ അടുത്തായിട്ട് നന്ദി പറയുന്നു. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. അതായത് ഇവര് ഫ്ലൈറ്റിലൊക്കെ കയറുന്നതിന് മുമ്പായിട്ട് ഈ ഒരു മകൻ ഫോണിൽ സംസാരിക്കുന്നത് അമ്മയും വൂജും ഒരുപോലെ കേട്ടിട്ടുണ്ടായിരുന്നു. അമ്മ ഇനി അധികം കാലം ജീവിച്ചിരിക്കുമെന്നൊന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പോൾ വിൽക്കാതെ വെച്ചിട്ടുള്ള സ്ഥലം എല്ലാം തന്നെ വിൽക്കുവാനായിട്ടുള്ള പേർപ്പസ് ഒക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. എത്രയും വേഗം അമ്മേനെ കൊണ്ട് അതെല്ലാം തന്നെ സൈൻ ചെയ്യിക്കണം. കൊറിയയിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അമ്മ ചേച്ചിയുടെ അടുത്ത് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ പേപ്പേഴ്സ് ഒന്നും തന്നെ സൈൻ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. നിലവിൽ ഇപ്പോൾ ഞാൻ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് അമ്മയുടെ അടുത്തായിട്ട് സീറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും അതെല്ലാം തന്നെ സൈൻ ചെയ്യിക്കുവാനായിട്ട് സാധിക്കുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ഇതുപോലെ അമ്മയുടെ അടുത്തുണ്ടായിരുന്ന ആ ഒരു സീറ്റ് ഒന്നും തന്നെ ഊജവും വിട്ടു നൽകുവാനായിട്ട് തയ്യാറാകാതിരുന്നത്. ഏത് നിമിഷവും ഏത് ട്രിക്കിലൂടെ വേണമെങ്കിലും നിങ്ങളുടെ മകൻ നിങ്ങളുടെ സ്ഥലമൊക്കെ കൈക്കലാക്കുവാനായിട്ട് ശ്രമിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളും ഒരുപാട് സൂക്ഷിച്ചിരിക്കണം. ഒരിക്കലും നിങ്ങളുടെ മകനെ വിശ്വസിക്കുവാനായിട്ട് പാടില്ല എന്നെല്ലാം തന്നെ വൂജുവും അമ്മയുടെ അടുത്തായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ടാണ് അവനും പോകുന്നത്. ഇപ്പോൾ വൂജുവിന്റെ മുത്തശ്ശിയും വൂജുവിനെ കോൾ ചെയ്യുകയാണ്. അവൻ നാട്ടിലൊക്കെ എത്തിയത് കൊണ്ട് തന്നെ എന്തായാലും മുത്തശ്ശിനെ കാണുവാനായിട്ട് വരുമെന്ന് വിചാരിച്ചുകൊണ്ട് മുത്തശ്ശിയും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം ഞാൻ ഉടനെ ഒന്നും മുത്തശ്ശിനെ കാണുവാനായിട്ട് വരുന്നില്ല. 3 വർഷം കൂടിയാണ് ഞാൻ നാട്ടിൽ വന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം എന്റെ ഒരു ഹോളിഡേ എല്ലാം തന്നെ ഞാൻ എൻജോയ് ചെയ്തതിന് ശേഷം മാത്രമേ മുത്തശ്ശിനെ കാണുവാനായിട്ട് വരികയുള്ളൂ എന്ന് അവനും പറയുന്നു. അവനെ വെളിയിൽ വിട്ട് പഠിപ്പിക്കുവാനായിട്ട് ഒരുപാട് പണമൊക്കെ ചെലവായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നീ തിരിച്ചെത്തിയതിനു ശേഷം നമ്മുടെ കമ്പനിയിലൊക്കെ ജോയിൻ ചെയ്യണം. അങ്ങനെ ആ ഒരു പണമെല്ലാം തന്നെ എനിക്ക് തിരിച്ചു നൽകണമെന്നൊക്കെ മുത്തശ്ശിയും തമാശയായിട്ട് അവനോടും പറയുന്നു. അവനും വിദേശത്ത് അച്ഛനും അമ്മയും ഒന്നുമില്ലാതെ പോയി പഠിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ നാട്ടിലെ ഫുഡ് മാത്രമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവന് വേണ്ടിയിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതെന്ന് മുത്തശ്ശിയും മുത്തശ്ശിയുടെ സെക്രട്ടറിയുടെ അടുത്തായിട്ടും പറയുന്നു. അവനും ഇപ്പോൾ ഓരോരോ സ്ഥലത്തൂടെയൊക്കെ പോയിട്ട് മൊത്തത്തിൽ എൻജോയ് ചെയ്യുന്നു. പല പല സ്ഥലത്തെത്തിയിട്ട് പല പല ഫുഡൊക്കെ കഴിച്ച് പല പല ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തായിരുന്നു അവനും നിന്നിട്ടുണ്ടായിരുന്നത്.